ടാക്സി എടുത്ത് ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയിൽ കറങ്ങി രാഹുൽ ഗാന്ധി. സുനിൽ ഉപാധ്യായ എന്ന ഊബർ ഡ്രൈവറോടൊപ്പമാണ് അദ്ദേഹം ഡൽഹിയിൽ കറങ്ങുന്നത്. അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ, ആ ടാക്സിക്കാരുടെ, ഗിഗ് വർക്കേഴ്സിന്റെ, പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ അദ്ദേഹത്തോട് സംസാരിക്കുകയും അദ്ദേഹത്തിന്റെ കുടുംബത്തിനോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യുകയും ആഹാരം കഴിക്കുകയും ഒക്കെ ചെയ്ത രാഹുൽ ഗാന്ധിയുടെ വീഡിയോ വൈറലാണ്. നമസ്കാരം. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പാവപ്പെട്ടവരുണ്ട് എന്ന കാര്യം സത്യമാണ്. ഇന്ത്യയുടെ ബഹുഭൂരിപക്ഷവും ലോവർ ക്ലാസ്സോ ലോവർ മിഡിൽ ക്ലാസ്സോ ആണ് എന്നത് ഒരു റിയാലിറ്റി തന്നെയാണ്. ആ ദരിദ്ര നാരായണന്മാരെ, സ്വാമി വിവേകാനന്ദൻ ഉപയോഗിക്കുന്ന വാക്ക് ദരിദ്ര നാരായണന്മാർ, ആ ദരിദ്ര നാരായണന്മാർ അല്ലെങ്കിൽ ഹാൻഡ് ടു മൗത്ത് എക്സിസ്റ്റൻസ് ഉള്ള, നിലനിൽക്കാൻ ബുദ്ധിമുട്ടുന്ന, മക്കൾക്ക് സ്കൂൾ ഫീസ് കൊടുക്കാൻ ബുദ്ധിമുട്ടുന്ന, ആഹാരത്തിന് ബുദ്ധിമുട്ടുന്ന, EMI അടയ്ക്കാൻ ബുദ്ധിമുട്ടുന്ന, ലോൺ അടയ്ക്കാൻ പാടുപെടുന്നവരാണ് ഇന്ത്യയിലെ കോടാനുകോടി ജനങ്ങൾ. അവരോടൊപ്പം ശ്രീ രാഹുൽ ഗാന്ധി അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ നടത്തിയ ഊബറിലെ ടാക്സി റൈഡ് വളരെ വൈറലായിരിക്കുകയാണ്. അദ്ദേഹം ഗിഗ് വർക്കേഴ്സ്, ഇത് ഗിഗ് എക്കോണമി എന്ന് പറയും. ഗിഗ് എക്കോണമി എന്ന് പറഞ്ഞാൽ പഴയ പോലെ ലോങ് ടേം ജോബുകളല്ല, ഷോർട്ട് ടേം ജോബുകളാണല്ല, ചെറിയ കോൺട്രാക്റ്റുകളാണ്, ചെറിയ എമൗണ്ട് ഓഫ് വർക്കാണ്. അതായത് 1 മാസമോ 2 മാസമോ നീണ്ടു നിൽക്കുന്നതായിരിക്കില്ല. ചെറിയ സ്മോൾ വർക്കുകളെയാണ് ഗിഗ് വർക്ക് എന്ന് പൊതുവെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു ഗിഗ് എക്കോണമിയിലേക്ക് പോവുകയാണ്. ഈ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട്, പഴയ പോലെ ഗവൺമെന്റ് ജോബുകളല്ല, ഗിഗ് എക്കോണമിയാണ് ഇനി കൂടുതലുള്ളത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ശ്രീ രാഹുൽ ഗാന്ധി അവരുടെ പ്രശ്നങ്ങൾ പഠിക്കാനും പൊതുസമൂഹത്തിന് ഹൈലൈറ്റ് ചെയ്യാനും വേണ്ടി ഈ നടത്തിയ യാത്ര വളരെ പോസിറ്റീവാണ്. ഇതേപോലെ എല്ലാവരും നടത്തണം. ഇത് BJPയും കോൺഗ്രസും CPM-ഉം ആപ്പും എല്ലാവരും നടത്തണം. എന്നിട്ട് രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്, ലോ ഇൻകം, വളരെ ചെറിയ ഇൻകം മാത്രമാണ്, വരുമാനം മാത്രമാണ് ഇവർക്കുള്ളത്. ഇൻഫ്ലേഷൻ വളരെയധികം ഇവരെ ബാധിക്കുന്നു, സാധനങ്ങളുടെ വില കൂടുന്നു. യഥാർത്ഥത്തിൽ ഈ പ്രശ്നങ്ങളാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ടത്. സുനിൽ ഉപാധ്യായ എന്ന ഡ്രൈവറോടൊപ്പമാണ് അദ്ദേഹത്തിന്റെ ഊബർ റൈഡിൽ അല്ലെങ്കിൽ ടാക്സി റൈഡിൽ പോയത്. അതോടൊപ്പം അദ്ദേഹത്തിന്റെ ഫാമിലി, അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പവും രാഹുൽ ഗാന്ധി ടൈം സ്പെൻഡ് ചെയ്തു. ഇത് വലിയൊരു മെസ്സേജാണ്. ഈ മെസ്സേജ് വളരെ പോസിറ്റീവാണ്. ഇത്തരത്തിലുള്ള എക്സലന്റ് ക്യാമ്പയിൻസ് പണ്ട് ശ്രീ നരേന്ദ്രമോദിയാണ് പലപ്പോഴും നടത്തിയിട്ടുള്ളത്. നരേന്ദ്രമോദിജി ഇന്ന് ഒരുപക്ഷെ ആ കാര്യത്തിൽ രാഹുൽ ഗാന്ധിയേക്കാൾ അത്രയും എത്തുന്നില്ല. അദ്ദേഹം പ്രധാനമന്ത്രിയാണ്, അന്താരാഷ്ട്ര വിഷയങ്ങൾ ഉള്ളതുകൊണ്ടായിരിക്കാം. പക്ഷെ രാഹുൽ ഗാന്ധി ഇത്തരം വിഷയങ്ങൾ ആൾക്കാരോടടുപ്പം, നേരത്തെ നമ്മൾ ചേത്രാം എന്ന് പറയുന്ന ചെരുപ്പൂത്തിയുടെ കടയിലേക്ക് പോയത് കണ്ടിരുന്നു. ചെരുപ്പൂത്തിക്ക് 10 ലക്ഷം രൂപയുള്ള തയ്യൽ മെഷീൻ കൊടുത്ത് കണ്ടിരുന്നു. അപ്പൊ ഇതേപോലെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പഠിക്കാനും ഒപ്പിയെടുക്കാനും ഇതൊരു 11 മിനിറ്റ് വീഡിയോ ആയിട്ട് അദ്ദേഹം ട്വിറ്ററിലടക്കം എക്സിലടക്കം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഉത്തർപ്രദേശിലെ ഈറ്റ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ഡ്രൈവറാണ്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ജീവിതത്തെ മാറ്റുക, ഈ വലിയൊരു വിഭാഗം ജനങ്ങളെ വിശ്വാസത്തിലെടുക്കുകയാണ്. അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ ആളുണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്തുകയാണ്. അങ്ങനെയാണ് നമ്മുടെ ഗവൺമെന്റ് വർക്ക് ചെയ്യേണ്ടത്. അങ്ങനെയാണ് പ്രതിപക്ഷ നേതാവും പ്രധാനമന്ത്രിയും എല്ലാവരും വർക്ക് ചെയ്യേണ്ടത്. അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം ഇദ്ദേഹം ലഞ്ച് കഴിക്കുകയുമുണ്ട്. ഈ ഗിഗ് വർക്കേഴ്സിന് സോഷ്യൽ സെക്യൂരിറ്റി വേണം. ഇത്തരം കാര്യങ്ങൾ രാഹുൽ ഗാന്ധി ഹൈലൈറ്റ് ചെയ്യുന്നത് വളരെ പോസിറ്റീവാണ്. എവിടെയാണ് ഞാൻ അമ്പലവും പള്ളിയും അത്തരം കാര്യങ്ങളിലെല്ലാം വിശ്വസിക്കുന്ന ആളാണ്. അത്തരം കാര്യങ്ങൾ വേണം. സാംസ്കാരിക വിഷയങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ സാംസ്കാരിക വിഷയങ്ങൾ, വലതുപക്ഷ വിഷയങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയതുപോലെ തന്നെ ഈ ലെഫ്റ്റ് ലീനിങ് ഇഷ്യൂസ് അല്ലെങ്കിൽ സമ്പത്തിന്റെ ഇഷ്യൂസ്, മണി പ്രോബ്ലംസ്, റിയൽ ലൈഫ് പ്രോബ്ലംസ്, ഇതൊക്കെ ആൾക്കാരുടെ ജീവിതത്തെ വളരെ കാര്യമായി സ്വാധീനിക്കുകയും ബാധിക്കുകയും ചെയ്യും. ആ വിഷയങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്ന രാഹുൽ ഗാന്ധിക്ക് പ്രണാമം. ഇതുപോലെ തന്നെയാണ് നമ്മുടെ രാജ്യം വർക്ക് ചെയ്യേണ്ടത്. ഗാന്ധിജിയും വിവേകാനന്ദനും ഒക്കെ സൂചിപ്പിച്ചതുപോലെ ഈ രാജ്യത്തിലെ ഏറ്റവും പാവപ്പെട്ടവൻ, ദരിദ്രൻ, പട്ടിണിക്കാരൻ, അവനെ സ്നേഹിക്കുന്നതും അവനെ സേവിക്കുന്നതുമാണ് യഥാർത്ഥത്തിൽ രാജ്യസ്നേഹം. അത് തിരിച്ചറിയാൻ നമുക്കാകട്ടെ. അതുതന്നെയാണ് യഥാർത്ഥത്തിൽ സ്പിരിച്വാലിറ്റി, അതുതന്നെയാണ് യഥാർത്ഥത്തിൽ ദൈവത്തിലേക്ക് അടുക്കുന്ന കർമ്മമാർഗവും. രാഹുൽ ഗാന്ധിക്ക് പ്രണാമം. നമുക്ക് എല്ലാവർക്കും ആ നന്മയുടെ പാതയിൽ നിന്ന് ഇൻസ്പിറേഷൻ ഉണ്ടാകട്ടെ. ജയ് ഹിന്ദ്, വന്ദേ മാതരം.